ഞാനിപ്പോ ഓ പറഞ്ഞത് ജോബ്, ഫ്രീലാൻസ്, ബിസിനസ്, ട്രെയിനിങ്. ഓക്കെ. അപ്പോൾ നിങ്ങളിപ്പോൾ ഉള്ളത് എവിടെയാണെന്ന് വെച്ച് ആ, കഴിഞ്ഞാൽ നിങ്ങൾ ജോബ് ചെയ്തു, നിങ്ങൾ ആ ഒരു ഉം, പെർട്ടിക്കുലർ ഏരിയയിൽ എക്സ്പേർട്ട് ആയിട്ടുണ്ട്. ഓക്കെ. നിങ്ങൾ ഉം, ഇനി എന്താ ഉം, ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫ്രീലാൻസ് ആയിട്ട് നിങ്ങൾ എന്താക്കുക, ഉം, ട്രെയിനിങ് കൊടുക്കുക. ഉം, ഓക്കെ. ഈ ട്രെയിനിങ് കൊടുത്തു ഉം, കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താക്കാം, ഒന്നിക്കെങ്കിൽ ഓൺലൈൻ ട്രെയിനിങ് സെന്റർ ആരംഭിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ പോകാൻ പറ്റും. കാരണം ഇതിന്റെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും മാർക്കറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എൻ്റെ ഉം, ആഡ് കണ്ടത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ത്രൂ ആണ്. ഓക്കെ. ഞങ്ങൾ എന്താ പറയുക, നമ്മൾ ഏജൻസിൻ്റെ ഉം, ആഡ് റൺ ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ നമ്മളൊരു ആഡ് റൺ ഉം, ചെയ്യുന്നുണ്ട്, അതും നിങ്ങൾ കണ്ടിട്ടില്ല. മലയാളത്തിൽ മാത്രമാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോ കോസ്റ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്യേണ്ട ഒരു ഓക്കെ കാര്യം മാത്രമേ ഉള്ളൂ, ഇതെങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് പഠിക്കുക. അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക്, എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഓൾറെഡി ട്രെയിനിങ് ആക്ച്വലി ചോദിച്ചോളൂ. അല്ലല്ല ഞാന് ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കോഴ്സ് ജോയിൻ ചെയ്തതാണ് ഞാൻ. ഓൾറെഡി ചെയ്തിട്ടുണ്ടോ? ഹലോ, സൂര്യയുടെ സൗണ്ട് ക്ലിയർ അല്ലല്ലോ. ഹലോ. പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ പഠിപ്പിക്കുന്ന ട്രെയിനിങ് എനിക്ക് അങ്ങോട്ട് സൂട്ട് ആവുന്നില്ല. ബിക്കോസ് ഞാനിപ്പോൾ റെഡിമേഡ് ആണെങ്കിൽ നമ്മൾ വർക്ക് കൊടുത്ത് അവരെ കൊണ്ട് ആ ടൂൾസ് എല്ലാം ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാലല്ലേ അവർക്ക് ആ ടൂൾസായിട്ട് ഇന്ററാക്ട് ചെയ്യാനും അല്ലെങ്കിൽ ആ ടൂൾസ് വെച്ചിട്ട് എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഉം. ഇത് അവര് ജസ്റ്റ് നമ്മളോട് ഇങ്ങനെ തിയറിറ്റിക്കലായിട്ട് എന്തൊക്കെയോ ഇങ്ങനെ, അതായത് ആ ടോപ്പിക്ക് വിട്ട് കടന്ന് വേറെ എന്തൊക്കെയോ ആണ് പറയുന്നത്. അപ്പൊ അതെനിക്ക് അങ്ങോട്ട് മനസ്സിലായി വരുന്നില്ലായിരുന്നു. ഉം. അങ്ങനെ ഇരിക്കെ അവിടുത്തെ സാറിനോട് ഞാൻ ഇങ്ങനെ ഒന്ന് ജസ്റ്റ്, ഞാനിപ്പോ ആ ഇൻസ്റ്റിറ്റ്യൂട്ടോ ആ ഒരു ഇതോ ഒന്നും ഞാൻ പറയുന്നില്ല, ഓക്കെ, ഓക്കെ, അവരുടെ നോ അടുക്ക ഞാൻ ഇങ്ങനെ സൂചിപ്പിച്ചപ്പോ അവർ അവരെന്റെ അടുക്ക പറഞ്ഞ് നമ്മൾ നോക്കാം, അവർക്ക് വർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള മാർക്കറ്റിംഗ് ആണ് അവർ ചെയ്യുന്നത്. അതുപോലും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നില്ല, അവിടെ വരുന്ന സ്റ്റുഡൻസിനെ കൊണ്ട് അവർ ചെയ്യിപ്പിക്കുന്നില്ല. അപ്പൊ ഉം. അങ്ങനെ വരുമ്പോ നമ്മൾ എങ്ങനെ ശരിയാവും, ഉം. നമുക്കത് മനസ്സിലാവണ്ടേ എന്താണ് ഇതിനകത്ത് നമ്മൾ ചെയ്യണ്ടേ. ഇതൊന്നും മനസ്സിലാവാതെ ജസ്റ്റ് എന്തൊക്കെയോ വേറെ എന്തൊക്കെയോ കഥകൾ കേട്ടിരിക്കുന്ന പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് അവിടെ ഉണ്ടായിരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളുടെ ഇത് കണ്ടപ്പോ ഇതിലോട്ട് ഇത് ചെയ്തത്. ഓക്കെ, മനസ്സിലായി, മനസ്സിലായി. ഇതെന്താ പറയുക, ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഒന്ന് പ്രാക്ടിക്കലി എക്സ്പീരിയൻസ് വേണം. ഞാൻ ആ ഒരു ഉം, കമ്പനിയിൽ പ്രാക്ടിക്കലി എക്സ്പീരിയൻസ് ചെയ്തതാണ് നിങ്ങൾക്ക് തരുന്നത്. പിന്നെ ഞാൻ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബിസിനസ്സിലും ഞങ്ങൾ ഇപ്പോഴും കറന്റ്ലി ഞങ്ങൾ വർക്ക് ചെയ്യുന്നതാണ്. ആ കറന്റ്ലി ഇപ്പോൾ എന്ത് മാറ്റങ്ങളാണോ ഇതിൽ വന്നത് അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. കാരണം നമുക്ക് ഏജൻസി ഉണ്ട്, ആ ഏജൻസിയിൽ ക്ലയൻസ് ഉണ്ട്. അവിടെ നമ്മൾ എന്തായാലും ഇത് ഇംപ്ലിമെന്റ് ചെയ്യണം. അപ്പോൾ ഒരിക്കലും നിങ്ങളെ ടൈമോ അല്ലെങ്കിൽ നിങ്ങളെ പൈസയോ എന്തായാലും നഷ്ടാവില്ല. കാരണം നമ്മൾ പ്രാക്ടിക്കലി എന്താണ് നിങ്ങൾക്ക് ഉം, കാണിച്ചു തരും. അതിൽ നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഒരു നോട്ടും ബുക്കും തരികയില്ല. ക്ലാസ് കഴിയുന്നു, റെക്കോർഡ് വീഡിയോ അയച്ചു തരുന്നു. ഉം, ആ ആ റെക്കോർഡ് വീഡിയോ ഉണ്ടാവും. അതിൻ്റെ റെക്കോർഡ് വീഡിയോ ഉം, അയച്ചു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ കോഴ്സ് പഠിച്ചപ്പോൾ എനിക്കുള്ളൊരു ലാക്ക് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്, ആ കോഴ്സ് കഴിഞ്ഞു പിന്നെ എനിക്ക് ആ ഒരു കോഴ്സിന്റെ ഡീറ്റെയിൽസ് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ റെക്കോർഡ് വീഡിയോ തിരിച്ചയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഉം. പിന്നെ നിങ്ങൾക്ക് മെന്റർഷിപ്പ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ ഓക്കെ. ഇപ്പോൾ സൂര്യക്ക് ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ വരും, നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത്, ഞാൻ ഇത് കഴിഞ്ഞു ഇനി എന്ത് ചെയ്യണം എന്നുള്ളൊരു ഡൗട്ട് വരും. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെന്റർഷിപ്പ് ഉം, ഉം. കൊടുക്കുന്നത്. ഓ, ഓക്കെ. അപ്പോൾ ഇതിലിപ്പോൾ എന്താ അറിയോ, ഇതിന്റെ ഒരു ഉം, പ്രശ്നം എന്ന് പറയുന്നത്, എല്ലാവരും വിചാരിക്കുന്നത് നല്ല ഓപ്പർച്യൂണിറ്റി ആൻഡ് എല്ലാവരും ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുകയാണ്. പക്ഷെ ആർക്കും അറിയില്ല ഇത് എന്തിനാ ആ, പഠിക്കുന്നത്, ഇത് പഠിച്ചിട്ട് എന്ത് ചെയ്യണം. ഇവിടെയാണ് പ്രശ്നം വരുന്നത്. ഉം, പഠിപ്പിക്കാൻ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഉം, ആ, ഉം, നിങ്ങൾക്കറിയാലോ, ഓൺലൈനിൽ നിങ്ങൾക്ക് ഉം, ഒരുപാട് ടൂളുകൾ ലഭ്യമാണ്. ആൻഡ് ഫ്രീ ആയിട്ടുള്ള കോഴ്സ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്, പിന്നെ ട്രെയിനിങ് സെന്റേഴ്സ് ഉണ്ട്. പക്ഷെ ഇതെന്ത് പഠിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണം, എവിടെ ജോബിന് അപ്ലൈ ചെയ്യണം, എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുക, ഈ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് മുന്നിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടിക്കലി നമ്മൾ ചെയ്ത ആഡുകളും നമ്മൾ ക്ലയന്റിന് കൊടുത്ത എന്താ പറയുക, ക്ലയന്റിന് കൊടുത്ത എങ്ങനെയാണ് പ്ലാന് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും.
നിങ്ങൾ വെറുതെ ക്ലാസ്സിൽ ഇരുത്തിയിട്ട് ഒരു മണിക്കൂർ വേസ്റ്റ് ആക്കുകയല്ല, കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾക്ക് തരും. അതുകൊണ്ടാണ് 1-to-1 സെഷൻ നമ്മൾ വെക്കുന്നത്. കോഴ്സിൻ്റെ ഒപ്പരം നമ്മൾ 1-to-1 സെഷൻ വെക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലാസ് കഴിയുമ്പോൾ അല്ലെങ്കിൽ 2-3 ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ ഈ ക്യാൻവ ഡിസൈനിങ് ടൂൾ എന്തിനാണ് വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിട്ട് എല്ലാവർക്കും വരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് ഡിസൈൻ ചെയ്യാൻ വേറൊരാളെ അപ്രോച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ക്യാൻവ പോലത്തെ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാണ്ടാവും. അതിൽ ഒരുപാട് ടൂളുകൾ, അതുപോലത്തെ ഒരുപാട് ടൂളുകളുണ്ട്. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ ഡിസൈനിങ്ങിന് വല്ല റീൽസ് ഉണ്ടാക്കാനും നിങ്ങൾ വേറെ അടുത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. നിങ്ങളിപ്പോൾ കണ്ട റീൽസ് നമ്മൾ ക്യാൻവയിൽ എഡിറ്റ് ചെയ്തതാണ്. പ്രവീണേട്ടാ, ആ ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഈ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ് നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുക. പിന്നെ ബാക്കി നിങ്ങളെ കരിയർ പ്ലാനും നിങ്ങളെ ബിസിനസ് പ്ലാനൊക്കെ ഞങ്ങൾ തരുന്നുണ്ട്, എങ്ങനെയാണ് ചെയ്യേണ്ടത്. കാരണം ഓൾറെഡി ഞാൻ ട്രെയിനിങ് സെന്റർ നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് രീതിയിലാണോ വേണ്ടത് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനുള്ള ഒരു ഹെൽപ്പും ചെയ്തു തരാം. പിന്നെ നമ്മൾ ഇന്റേൺഷിപ്പ് എങ്ങനെയാ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏജൻസിയിൽ വർക്കുകൾ ഉണ്ടാവുന്നുണ്ട്, അവിടെ നമ്മൾ ഇന്റേൺഷിപ്പും കൊടുക്കുന്നുണ്ട് നമ്മളൊപ്പം പഠിക്കുന്ന ആൾക്കാർക്ക്. ഇന്റേൺഷിപ്പിന്റെ ആവശ്യമില്ല, പകുതി ആൾക്കാരും പഠിച്ചു കഴിയുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടും അവർക്ക്, സ്വന്തമായിട്ട് തുടങ്ങും. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, അവരെ തന്നെ മാർക്കറ്റ് ചെയ്യാൻ അവർക്ക് മനസ്സിലായി കാണും. കാരണം എങ്ങനെയാണ് ജോബിന് സെർച്ച് ചെയ്യേണ്ടത് എല്ലാം നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഫ്രീലാൻസ് ആയിട്ട് തന്നെ വർക്ക് അവർക്ക് കിട്ടുന്നുണ്ട് നമ്മളെ കോഴ്സ് ചെയ്യുന്നതിനൊപ്പം തന്നെ. അപ്പോൾ അവർക്ക് മനസ്സിലാകുന്ന വെച്ചാൽ നമ്മളെ സ്റ്റുഡൻസിനല്ലേ ഒരുവിധം പഠിച്ച ആൾക്കാരെ തീർത്തും നമ്മളൊപ്പം എന്താണ് പഠിക്കുന്നതിനൊപ്പം തന്നെ ഫ്രീലാൻസ് വർക്കും എടുത്തു അവര് മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോ പുതിയൊരു സ്റ്റുഡന്റ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ആരാണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? ഇൻവെന്ററി തലാൽ എന്നാണ് കാണുന്നത്. ഹലോ, ഇൻവെന്ററി തലാൽ എന്ന് പറഞ്ഞ ആരാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്? പേരൊന്ന് പറയാമോ? ഹലോ, വീഡിയോ അവര് നിങ്ങൾ മ്യൂട്ടിലാ ഉള്ളത്. മ്യൂട്ടൊന്ന് ഒഴിവാക്കുവോ? ഓക്കെ. അപ്പൊ സൂര്യ, നമുക്ക് നമ്മളെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക്, ലിങ്ക്ഡിൻ, പിന്നെ ലോക്കൽ SEO എന്ന് പറഞ്ഞിട്ടൊരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ ക്യാൻവ എന്നുള്ള ഡിസൈനിങ്, അതാണ് ഡിപ്ലോമ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. ഇതെന്തുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ഈ ഒരു കാര്യം എന്തുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഏറ്റവും ബേസിക് സാധനമാണ് ഈ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അടുത്ത ഘട്ടത്തിലേക്ക് എങ്ങനെ പോകണം എന്നുള്ളതൊരു ഐഡിയ മനസ്സിലാവും. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഡിപ്ലോമ സോഷ്യൽ മീഡിയ ഉണ്ടാക്കുന്നത്. ഓക്കെ, അല്ലാതെ നിങ്ങളിപ്പോ ഫുൾ കോഴ്സ് എടുക്കുകയാണ്. ഓക്കെ, അവിടെ ഇപ്പോൾ സാധാ ട്രെയിനിങ് സെന്റർ, ഞാൻ ട്രെയിനിങ് സെന്ററിലൊക്കെ പോയിട്ട് ഇൻഫർമേഷൻ എടുത്തിരുന്നു അവരെങ്ങനെയാണ് ഇത് പഠിപ്പിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഈ കോഴ്സ് തുടങ്ങുന്നതിനൊക്കെ മുന്നേ നാട്ടിലും പോയിട്ടുണ്ട്, ഇവിടെയും പോയിട്ടുണ്ട്. അവരൊരു പേപ്പർ തരുന്നു, ആ പേപ്പറിൽ കുറേ കാര്യങ്ങളുണ്ടാവും, ഒരു 6 മാസത്തേക്കുള്ള കാര്യങ്ങൾ. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, ഓക്കെ നമുക്ക് എനിക്ക് ഏജൻസി ഉണ്ട്, നിങ്ങൾ പഠിച്ച സ്റ്റുഡൻസിനെ എനിക്ക് എന്ത് ചെയ്യാം, ഒരു ക്യാമ്പസ് ഇന്റർവ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ട് നമ്മളെ കമ്പനിയിലേക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. നാട്ടിലും പോയി ഇവിടെയും പോയി. പക്ഷെ അവർക്കൊന്നും കോൺഫിഡൻസ് ഇല്ല ഈ ക്യാമ്പസ് ഇന്റർവ്യൂ നടത്താനോ അല്ലെങ്കിൽ ഇതിനൊന്നും ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് 10 സ്റ്റുഡൻസ് ഉണ്ട്, ആ 10 സ്റ്റുഡൻസിനെ ഞാൻ നിങ്ങൾക്ക് ഇന്റർവ്യൂ ചെയ്യാൻ തരാം, നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കൂ. കാരണം അവര് വാങ്ങുന്നത് ഫീസും ഹൈ ഫീസാണ്, ആൻഡ് അതിനനുസരിച്ചുള്ള ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അവർ കൊടുക്കുന്നില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ പറയുന്ന സ്ഥലത്തേക്ക് ഞാൻ എൻ്റെ സ്റ്റുഡൻസിനെ വിടാം, നിങ്ങൾ അവരൊന്ന് ഇന്റർവ്യൂ ചെയ്തു നോക്കും. അപ്പൊ അത്രയും ടൈമും ആൻഡ് മണിയുമാണ് അവിടെ നഷ്ടപ്പെടുന്നവരെ. അപ്പൊ നിങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥലത്ത് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിപ്പിക്കുന്നുണ്ടോ? അവരെങ്ങനെയാ പഠിപ്പിക്കുന്നത്? അവര് ഞാൻ പറഞ്ഞില്ല, അവര് ഫുൾ കോഴ്സായിട്ട് എടുക്കാം. SEO അങ്ങനെ സെപ്പറേറ്റ് ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന പോലെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് സെപ്പറേറ്റ് അങ്ങനില്ല, ഫുൾ കോഴ്സായിട്ട് എടുക്കണം. ആ ഫുൾ കോഴ്സിൽ
അവര് ഫസ്റ്റ് SEO എക്സ്പ്ലെയിൻ ചെയ്ത് അങ്ങ് പോവാണ്. ഓഫ് പേജ് ഓൺ പേജ് അങ്ങനെ 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 പറഞ്ഞങ്ങ് പോവാണ്. അതായത് തിയറിറ്റിക്കലായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞങ്ങ് പോവാണ്. അവരുടെ കയ്യിൽ നോട്ട് കാര്യങ്ങളുണ്ട്. അപ്പൊ ആ നോട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാ. മനസ്സിലായി പിന്നെ മനസ്സിലായി അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഈ പറഞ്ഞ പോലെ തന്നെ ആണ്. ഇതിപ്പം സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് നമ്മൾ ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും അത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് കാണിച്ചു തരണ്ടേ? അതെ അതെ അതില്ലാതെ നമ്മൾ എന്താ ചെയ്ത് സത്യം പറഞ്ഞ ഇപ്പൊ സാറ് പറഞ്ഞ അതേ ഒരു അവസ്ഥയിലാണ്. ഇത് ഞാൻ എന്താ ചെയ്യണ്ടേ എന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ SEO മെയിൻ ടൂളാണ്, പക്ഷെങ്കിൽ അതല്ല ഫസ്റ്റ് പഠിപ്പിക്കേണ്ടത്. കാരണം ഈ ഹാഷ്ടാഗ്, കീവേഡ്സ്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ പഠിക്കും. അന്ന് ആ ടൈമിൽ നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ കിട്ടും. കാരണം SEO പഠിക്കുമ്പോൾ എന്താ പ്രശ്നം എന്നറിയുമോ? ഈ SEO ഗൂഗിൾ ആഡ്സ് എന്ന് പറയുന്നത് ടെക്നിക്കലി കുറച്ച് നോളജ് വേണം. മീൻസ് കുറെ കാര്യങ്ങൾ നിങ്ങൾ ടെക്നിക്കലി പഠിക്കേണ്ടി വരും. കാരണം SEO നിങ്ങൾ ചെയ്യുമ്പോൾ ഈ വെബ്സൈറ്റ് എന്താണെന്ന് ആദ്യം പഠിക്കണം, ഡൊമൈന് ഹോസ്റ്റിംഗ് എന്താണെന്ന് ആദ്യം പഠിക്കണം, എന്നിട്ടാണ് SEOയിൽ കടക്കാൻ പറ്റുള്ളൂ. കാരണം ഈ SEO വർക്ക് ചെയ്യുന്നത് 100% വെബ്സൈറ്റിലാണ്. വെബ്സൈറ്റ് ഇല്ലാതെ SEO വർക്ക് ചെയ്യില്ല. ആദ്യം നമ്മൾ ക്ലാസ് കൊടുക്കുന്ന വെബ്സൈറ്റ് എന്താണെന്നാണ്, എന്തിനാണ് നമ്മൾ SEO ചെയ്യുന്നത്, എന്തിനാണ് വെബ്സൈറ്റ്, ഇതാണ് SEOന്റെ ബേസിക്. അത് ഫസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഒരിക്കലും എന്താണ് ഫസ്റ്റ് ഈ SEO കൊടുക്കരുത്. കാരണം ആൾക്കാർ ഇറങ്ങിപ്പോകും. കാരണം SEO അത്രയും ബോർ പരിപാടിയാണ്. പക്ഷെ ഏറ്റവും അതെ കൂടുതൽ ആ ക്ലാസ് കേട്ടപ്പോഴും എനിക്ക് അതേ ഒരു ഫീലിങ്സ് ആണ് വന്നത്. ഇറങ്ങിപ്പോവും. എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കാര്യമില്ലാത്തൊരു സാധനം നമ്മളൊരു 3 മാസം എടുക്കും അത് പഠിക്കാൻ. കാരണം നമ്മളൊക്കെ പഠിച്ച ആൾക്കാരല്ലേ, മീൻസ് നമുക്കറിയാലോ ഒരു സാധനം എന്താണ് പഠിക്കുന്നത് എന്തിനാണെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടതെന്നൊക്കെ അറിയാലോ. അപ്പോൾ ഈ SEO ഫസ്റ്റ് നമ്മൾ കൊടുക്കുമ്പോണ്ടല്ലോ ആൾക്കാർക്ക് ബോറടിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ലോങ് ടേം പ്രോസസ്സാണ്. ഓക്കെ, ഒരു 1 മന്തോ 2 മന്തോ ഇരുന്നാൽ പോരാ. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളെ ഈ ഈ പഠിപ്പിക്കുന്ന സാധനം നിങ്ങളെ ഒരു ലൈഫോ അല്ലെങ്കിൽ നിങ്ങളെ കരിയറായിട്ടോ ഒന്ന് റിലേറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മടുക്കും. നിങ്ങൾക്ക് കാര്യം വേണം. ഓക്കെ, നിങ്ങളുടെ ടൈം ഇപ്പോൾ ഇവിടെ ഒരു 1 PM ആയി, നിങ്ങളെ ടൈം മുടക്കി എന്നെ കാണാൻ വന്നാണ് നിങ്ങൾ ഈ കോഴ്സിന്റെ ഇതിൽ അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾക്ക് തരുന്ന ഇൻപുട്ട് അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങിപ്പോകും. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ നിങ്ങൾ എന്താ പറയുക, നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഞാൻ തരണം, എന്നാലാണ് നിങ്ങൾ സ്റ്റിക്ക് ചെയ്യുള്ളൂ. കാരണം നിങ്ങൾക്ക് നാളെ നിങ്ങളുടെ ലൈഫിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിലോ ഒരു ബെനിഫിറ്റ് ഉണ്ടാവുമ്പോഴാണ് എനിക്ക് എന്താ പറയാ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. കാരണം ഇല്ലാതെ ഞാൻ വെറുതെ ഒരു ക്ലാസ് എടുത്തു, ഓക്കെ അത് കഴിഞ്ഞു, നിങ്ങളോട് പേയ്മെന്റ് വാങ്ങി, ഓക്കെ സർട്ടിഫിക്കേഷൻ തന്നു, അങ്ങനെ ചെയ്യാൻ ഒരുപാട് ട്രെയിനിങ് സെന്റേഴ്സ് ഇവിടെ ഉണ്ട്, സർട്ടിഫിക്കേഷൻ കൊടുക്കാനും അല്ലെങ്കിൽ എന്താ പറയാ പിന്നെ ക്ലാസ് എടുക്കാനൊക്കെ. അതല്ല നമ്മളെ ഉദ്ദേശം. നമ്മളെ ഉദ്ദേശം ക്ലിയർ ആയിട്ട് പറയാണ്, നിങ്ങളെ കരിയറിൽ അല്ലെങ്കിൽ നിങ്ങളെ ബിസിനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളെ ജോബിൽ, ഇതിൽ 3-ൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്കൊരു ഡെവലപ്മെന്റ് ഉണ്ടാക്കി തരിക. ഇതാണ് നമ്മളെ പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രവീണിനോട് പറഞ്ഞത് നമുക്ക് 1-to-1 സെഷൻ വെക്കാം, അല്ലാണ്ട് നമ്മൾ ക്ലാസ് തുടങ്ങാറില്ല. ഓക്കെ, അപ്പോൾ സൂര്യക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മുടെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെനസ്ഡേ ആണ്. വെനസ്ഡേ നമ്മളെ ക്ലാസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 to 8 ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക, നൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിൽ വരാൻ പറ്റിയില്ലെങ്കിൽ പ്രശ്നമില്ല, ഒരു ദിവസം കഴിഞ്ഞ് അതിന്റെ പിറ്റേന്ന് അതിന്റെ റെക്കോർഡ് വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരും. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു സ്ക്രീന് ഷെയർ ചെയ്ത് തന്നില്ല. ഞാൻ ഇപ്പോൾ ഒരു സ്ക്രീൻ ഷെയർ ചെയ്ത് തരാം. ഈ ഒരു സ്ക്രീന് ഞാൻ ഷെയർ ചെയ്ത് തന്നു. ഇതിന്റെ അടുത്ത സ്ലൈഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല. ഇതാണ് നമ്മളെ ഫസ്റ്റ് സെഷൻ. ഇതിന്റെ അടുത്ത സെഷനിൽ നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഇത് വരണമെന്നുള്ളത്. അത് നമ്മൾ ഇപ്പം പഠിപ്പിക്കാന്ന് വെച്ചാൽ നമ്മൾ ക്ലാസ് തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ആൾക്കാരെ കൊണ്ട് എന്താ പറയുക കുറച്ചുകൂടി ആൾക്കാരുണ്ടാവും. അപ്പോൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും എന്താണ് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്, എന്തെല്ലാം ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്ലാസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ക്ലാരിറ്റി കിട്ടും. കാരണം നിങ്ങൾ ഓൾറെഡി ട്രാക്കിലാണ്. നിങ്ങൾക്ക് ഇനി ഇത് എങ്ങനെ ചെയ്യണം എന്ന് അറിഞ്ഞാൽ മാത്രം മതി. ഓക്കെ, അപ്പോ നമ്മളിത് ക്ലോസ് ചെയ്യുന്നത് വെച്ചാൽ 30-ാം തീയതി നമ്മൾ ഇത് ക്ലോസ് ചെയ്യും. നമുക്ക് ഏകദേശം ഇപ്പോ പ്രവീണേട്ടാ ഏകദേശം ഇപ്പോ ആള് ഫുള്ളായോ?
ഹലോ ഹലോ ഹലോ. അപ്പൊ സൂര്യ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് എത്രയും പെട്ടെന്ന് രജിസ്ട്രേഷൻ ചെയ്യാം. എന്തോ നമ്മളെ രജിസ്ട്രേഷൻ എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഒരു ബാച്ചിൽ 10 സ്റ്റുഡൻസിനാണ് വെക്കുന്നത്. കംപ്ലീറ്റ് ചെയ്യാം. ഞങ്ങൾ 10 സ്റ്റുഡൻസിനാണ്, അധികം വെക്കാറില്ല. 10 സ്റ്റുഡൻസ് ആണ്. ഒരു ഓക്കെ ഓക്കെ അപ്പൊ എന്ന് വെച്ചാല് നിങ്ങൾക്ക് അറിയാലോ, നമുക്ക് പ്രാക്ടിക്കലി ആണ് എല്ലാം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കൂടാതെ നിങ്ങൾക്ക് എന്താണ്, നമ്മളിപ്പോഴും നമ്മുടെ സ്റ്റുഡൻസിന് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. മീൻസ് ഇപ്പോ കഴിഞ്ഞ ഒക്ടോബറിൽ നമുക്ക് കോഴ്സ് കഴിഞ്ഞ ആൾക്കാർ ഇപ്പം വരുന്നുണ്ട്. മീൻസ് അവർക്ക് ഇന്റർവ്യൂ കിട്ടി ആൻഡ് അവരിങ്ങനെ കരിയർ ചേഞ്ച് ചെയ്ത് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഒരു CV കാര്യങ്ങളൊക്കെ അയച്ചിരും. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ, അപ്പോൾ നമ്മൾ ഒരു ബാച്ചിൽ അധികം സ്റ്റുഡൻസിന് എടുക്കാറില്ല, ഒരു മാക്സിമം 10. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് എന്താണ് എന്ന് വെച്ചാൽ നമുക്കിവിടെ ഏജൻസി ഉള്ളത് കൊണ്ട് നമുക്ക് എന്താണ് അധികം സ്റ്റുഡൻസിന് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു 10 സ്റ്റുഡൻസ് ആയി കഴിഞ്ഞാൽ നമ്മൾ സീറ്റ് ക്ലോസ് ചെയ്യും, എന്നിട്ട് അടുത്ത ബാച്ചിലേക്ക് പോവുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ സൂര്യക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഒന്നും അങ്ങനെ ചോദിക്കണ്ട. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, എന്റെ പേജ് ഞാൻ പറഞ്ഞു. ഓക്കെ, നമ്മളെ കോൺടാക്ട് ഡീറ്റെയിൽ ഒക്കെ സൂര്യയുടെ അടുത്തുണ്ടല്ലോ, സാർ ഷെയർ ചെയ്തിട്ടുണ്ടാവും. ഏതായാലും ഗ്രൂപ്പിലുണ്ടല്ലോ. പ്രവീണായിട്ട് എന്നാല് ഈ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുള്ളൂ. ശരി ശരി ശരി. ഓക്കെ, ഞാൻ അതെനിക്ക് സെൻഡ് ചെയ്താൽ ഞാൻ എന്തായാലും ഇന്ന് അല്ലെങ്കിൽ നാളെ ഞാൻ അത് കംപ്ലീറ്റ് ചെയ്തേക്കാം. ആയിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പൊ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലും സംസാരിക്കുക. എന്റെ പേഴ്സണലി നിങ്ങൾക്ക് നമ്പറിൽ വിളിക്കാം. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിവിടെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. ഓക്കെ, ഹലോ. ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടോ? ഓഫ്ലൈൻ ക്ലാസ് നമ്മൾ ഡൗട്ട് ക്ലിയറൻസ് സെഷൻ ഒക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മൾ ഓഫീസിലേക്ക് വരാം. ഓഫ്ലൈൻ ക്ലാസ് നമ്മൾ കൊടുക്കാറില്ല, കാരണം ഇതിൽ ഓഫ്ലൈൻ ക്ലാസ്സിന്റെ ആവശ്യമില്ല നിങ്ങൾക്ക്. ഓക്കെ, കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്കിപ്പോ ഓഫ്ലൈൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് ആ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, പിന്നാണ് നിങ്ങൾക്ക് ഡൗട്ട് വരിക. നിങ്ങൾ എവിടുന്ന ഡൗട്ട് ക്ലിയർ ചെയ്യുക? ഈ വീഡിയോ റെക്കോർഡിന്റെ ഗുണം എന്താ അറിയോ, നിങ്ങൾക്ക് ഏത് സമയത്ത് ഇത് ആക്സസ് ചെയ്യാൻ പറ്റും. വീഡിയോ റെക്കോർഡ് നിങ്ങൾക്ക് ഏത് സമയത്തും ആക്സസ് ചെയ്യാൻ പറ്റും. ആൻഡ് നിങ്ങൾക്ക് ഡൗട്ട് പിന്നെ കൂടുതലായിട്ട് വരില്ല. എന്തെങ്കിലും ഡൗട്ട് വരുമ്പോ ആ വീഡിയോ തന്നെ ഒന്നുകൂടി റീ അടിച്ചാൽ മതി. മനസ്സിലായില്ലേ? ഓക്കെ, നിങ്ങൾക്ക് ഇനി ഡൗട്ട് വരികയാണ്, നിങ്ങൾക്ക് ഓഫീസിൽ ഡയറക്റ്റ് 1-to-1 സെഷൻ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓഫീസിലേക്ക് വരാൻ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഓഫീസ് വരുന്നത് ബുർജുമനിലാണ്, എക്സിറ്റ് 2-ല്. ഓക്കെ, നിങ്ങൾ എവിടെ താമസിക്കുന്നത്? ഞങ്ങൾ JVP. ഓക്കെ അപ്പൊ സൂര്യ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ ഷെഫ്നാസിനെ വിളിക്കുകയോ ചെയ്യാം. നമ്മളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഓൾറെഡി തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം താങ്ക് യു ഫോർ യുവർ ടൈം സൂര്യ. ഓക്കെ.